നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം ഒരു ജൂതനായ മനുഷ്യൻ കയറി വന്നു. അദ്ദേഹത്തിന്റെ ആവശ്യം നബി തങ്ങളെ കുറിച്ച് പഠിക്കാനായിരുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തിന് മാന്യമായ സ്വീകരണം നൽകി. എന്നിട്ട് ആദ്യമായി കൊണ്ടുപോയി കൊടുത്തു നല്ല ഒരു ഗ്ലാസ് പാല്. അയാൾ അത് നല്ലപോലെ അങ്ങ് കുടിച്ചു. റസൂലുള്ളാഹി ചോദിച്ചു, ഇനി ആവശ്യമുണ്ടോ? ഒരു ഗ്ലാസ് വഴി കിട്ടിയാൽ തിരക്കേടില്ല. അങ്ങനെ രണ്ടാമത്തെ ഗ്ലാസ് കൊടുത്തു. ഇനിയോ? തന്നാ കുടിക്കും. മൂന്നാമത്തെ ഗ്ലാസും കൊടുത്തു. അപ്പൊ പിന്നെ ചോദിച്ചു, ഇനി കുടിക്കുവോ? അപ്പൊ പറഞ്ഞു, വേണമെന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. നാലാമത്തെ ഗ്ലാസും കൊടുത്തു. അങ്ങനെ 5 കൊടുത്തു, 6 കൊടുത്തു, 7 ഗ്ലാസ് പാല്. നല്ല ആടിന്റെ ശീഘ്രമായ ചൂടുള്ള ആ സമയത്ത് ആടിനെ കറന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യന് 7 ഗ്ലാസ് പാല് കൊടുത്തു ജൂതൻ. പിന്നെ അയാൾ വയറൊക്കെ നിറഞ്ഞു പറഞ്ഞു, നബിയെ ഞാൻ വീട്ടിൽ പോകണില്ല, ഇവിടെ തന്നെ കിടക്കാനാണ് തീരുമാനം. നമ്മൾ കിടക്കാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പായൊക്കെ നിർത്തി കൊടുത്തു. സുന്ദരമായ അയാൾ ഉറങ്ങി. രാവിലെ നബി തങ്ങൾ അയാൾ ആവശ്യം എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്ന് നോക്കുമ്പോൾ ആളെ കാണാനില്ല. പിന്നെയോ പരിസരമൊക്കെ ആകെ വൃത്തികേടാക്കിയിരിക്കുകയാണ്. അപ്പൊ വയറിളകി സംഗതി നല്ല ചിത്രവും വരച്ചു മുമ്പ് യാ അല്ലാഹ് വിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തമായി അതെല്ലാം എടുത്ത് പായയും വിരിപ്പൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോ അയാൾ വീട്ടിലെത്തിയിട്ട് ആലോചിക്കുകയാണ്, പടച്ചോൻ എന്റെ അരയിലുണ്ടായിരുന്ന കത്തി അത് മുഹമ്മദിന്റെ വീട്ടിൽ വെച്ച് മറന്നല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നാണക്കേട്, എങ്ങനെ കാണും ആ മുഖം? ഫേസ് ചെയ്യാൻ പറ്റുമോ? ഏതായാലും പോകാതിരിക്കാൻ നിർവാഹമല്ല. അറബികളുടെ ഒരു രീതിയാണ്. അവര് സഞ്ചരിക്കുമ്പോൾ ഒരു അരപ്പട്ടയിൽ ഒരു കത്തി ഉണ്ടാവും. പഴയ കാരണന്മാരൊക്കെ അങ്ങനെയാണ്. വലിയ ബെൽറ്റാണ് കിട്ടുക, അല്ലേ? ഈ മലബാർ ലഹളയിൽ കാണുന്ന ആൾക്കാരുടെ അരപ്പട്ടയിലുണ്ടല്ലോ ഒരു പച്ച ബെൽറ്റ് എന്ന പോലത്തെ, അതിൽ തന്നെ കട്ടറും ഉണ്ടാവും, ചെറിയ കത്തി ഉണ്ടാവും, അടക്കയുണ്ടാവും, വെറ്റില ഉണ്ടാവും, അത്യാവശ്യത്തിനുള്ള എല്ലാ സംഗതിയും ഉണ്ടാവും. ഒരു ക്ലോസറ്റ് വെക്കാനും അവർക്ക് താല്പര്യമുണ്ട്, പക്ഷെ അതിന് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് വെക്കാത്ത. എല്ലാവരും അങ്ങനെയാണ്. അത്യാവശ്യത്തിനുള്ളതൊക്കെ അവരെ കൊണ്ടുനടക്കും. ഏതായിരുന്നാലും ഈ അറബി, ഈ ചൂതനായ മനുഷ്യൻ വീട്ടിൽ പോയപ്പോ പടച്ചവനെ എന്റെ കത്തി മുഹമ്മദിന്റെ വീട്ടിലാണല്ലോ എന്ന് മനസ്സിലാക്കിയ ആൾ വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ ഹബീബായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയപ്പെട്ടവരെ വൃത്തികേടാക്കിയ ജൂതന്റെ പായം വിരിപ്പും കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ജൂതൻ കടന്നു വരികയാണ്. ഈ ദയനീയമായ രംഗം അയാൾ കാണുകയാണ്. മനസ്സ് പൊട്ടിപ്പോയി. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഈ മദീനയിലെ രാജകുമാരന്റെ ഈ കൊട്ടാരത്തിൽ ഈ ഒരു വീടിന്റെ അവസ്ഥ കണ്ടില്ല. നമ്മളൊക്കെ ചറ്റപ്പുര എന്ന് പരിചയപ്പെടുത്തുന്ന ചെറിയ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു വീട്. ആ വീട്ടില് ഞാൻ ഇന്നലെ അന്തി ഉറങ്ങി. ആ വിരിപ്പും സ്ഥലമൊക്കെ വൃത്തികേടാക്കി ഞാൻ ഇനി എങ്ങനെ മുഹമ്മദിനെ കാണാന്ന് വിചാരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ സാധനം എടുത്തിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് കാണിക്കുകയാണ്. കാരണം അയാൾക്ക് ഇനി സംസാരിക്കാൻ ഒരു വിഷമവും പ്രയാസവും വേണ്ട. കാരണം പ്രിയപ്പെട്ടവരെ, വയറിളകി പോവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അത് വേണ്ടാന്ന് എല്ലാവരും തീരുമാനിക്കും, പക്ഷെ ചിലപ്പോൾ അത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ അതിന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അയാളെ മാനക്കേടാക്കാതെ നബി തങ്ങൾ സാധനം എടുത്തുകൊണ്ട് പുറത്തെടുത്തു. പുറത്തേക്ക് വന്നപ്പോൾ ആ മനുഷ്യനിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി കൈകൊണ്ട് പ്രിയപ്പെട്ടവരെ ചൂതൻ വൃത്തികേടാക്കിയ വിരിപ്പും പായയും കഴുകി ശുദ്ധിയാക്കിയ രംഗം കണ്ടപ്പോൾ അയാളുടെ മനസ്സ് അലിഞ്ഞു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നിങ്ങളാണ് നേതാവ്, നിങ്ങളുടെ മതം സത്യസന്ധമായ അതാ മതമാണെന്ന് ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്ത് വഴി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അയാൾ ഒരു പൂർണ്ണ മുസൽമാനായി മാറി. റസൂലുള്ളാഹി തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കൂടെ തരട്ടെ എന്ന് പറഞ്ഞ റസൂലുള്ള വീണ്ടും അയാൾക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കാൻ. വേറൊന്നും കൊടുക്കാനില്ല, നമ്മളെ പോലെയല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കാരണം ഭക്ഷണത്തിന് ഇത്ര കാഠിന്യമുള്ള ഒരു കാലഘട്ടം, സുബ്ഹാനല്ലാഹ്, ഇന്ന് നമുക്കത് പറഞ്ഞാൽ മനസ്സിലാകൂല. അതുകൊണ്ട് മുസ്ലിമായതിന് ശേഷവും അയാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പാല് കൊടുത്തു. അപ്പോ എന്നിട്ട് അയാൾ അത് കുടിച്ചു തീർന്നപ്പോൾ റസൂൽ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് വേണോ? രണ്ടാമത്തെ ഗ്ലാസ് കൂടി എടുക്കട്ടെ? അയാൾ പറഞ്ഞു, വേണ്ട നബിയേ, ഇനി എനിക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പറയുകയാണ്, ഇന്നൽ മുഅ്മിന യഅകുലു ഫീ മിഅൻ വാഹിദിൻ വ ഇന്നൽ കാഫിറ യഅകുലു ഫീ സബ്അതി അംആ. മുഅ്മിനായ മനുഷ്യനെ പ്രിയപ്പെട്ടവരെ ഒരു ആമാശയത്തിലേ കഴിക്കാൻ കഴിയൂ. ഒരു ആമാശയത്തിലേക്കുള്ള ഭക്ഷണമേ അവന് വേണ്ടതുള്ളൂ. അതേസമയം മറ്റൊരു വ്യക്തി, അവിശ്വാസിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 7 ആമാശയത്തിലുള്ള ഭക്ഷണമാണ് അവൻ കഴിക്കുകയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അഥവാ മുഅ്മിനായ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവൻ മിതമായ ഭക്ഷണം കഴിക്കുന്നവനാണെന്ന് റസൂൽ ഓർമ്മപ്പെടുത്തി.
ഇന്നലെ നിങ്ങൾക്ക് 7 ഗ്ലാസ് പാൽ കുടിക്കാൻ കഴിഞ്ഞു, എന്ന് നിങ്ങൾ മുസ്ലിം ആയപ്പോ നിങ്ങൾ ഒറ്റ ഗ്ലാസ് കൊണ്ട് മതിയാക്കി. മുസ്ലിമായ മനുഷ്യൻ മിതമായ ഭക്ഷണം കഴിക്കേണ്ടവനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഭക്ഷണം കാണുമ്പോഴേക്ക് നമ്മൾ ആർത്തിയോടുകൂടെ നമ്മളെല്ലാം വാരി വെട്ടുന്ന ഒരവസ്ഥയിലേക്കാകരുത്. പിന്നെയോ അവിടെ ചില അച്ചടക്കങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മാംസമുണ്ട്, പത്തിരിയുണ്ട്, പൊറാട്ടയുണ്ട്, റൊട്ടിയുണ്ട്, പ്രിയപ്പെട്ടവരെ മറ്റു ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ കാണിക്കേണ്ട മര്യാദ എന്താണ്? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു തആല ഭക്ഷണങ്ങളെ എണ്ണിയപ്പോൾ വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ വലഹ്മി തൈരിൻ മിമ്മാ യസ്തഹൂൻ. ആദ്യം അല്ലാഹു തആല എണ്ണിയത് ഫ്രൂട്ട്സുകളെയാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സുകളാണ് കഴിക്കേണ്ടത്. ആദ്യമായി ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കണം. ഭക്ഷണം കഴിക്കുന്ന മേശപ്പുറത്ത് പ്രിയപ്പെട്ടവരെ പലതരത്തിലുള്ള ഭക്ഷണമുണ്ട്. ആദ്യം ഫ്രൂട്ട്സ് എടുത്തിട്ടാണ് കഴിക്കേണ്ടത്. കാരണം ഖുർആൻ ആദ്യമായി എണ്ണിയത് അതാണ്. നമ്മുടെ ആമാശയത്തിന്റെ അടിഭാഗത്ത് ഏറ്റവും ലോലമായത് കിടക്കുമ്പോൾ ദഹിക്കാൻ ഏറ്റവും കൂടുതൽ നിഷ്പ്രയാസമായി പ്രിയപ്പെട്ടവരെ ദഹന പ്രക്രിയയുണ്ടാകും. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ തർത്തീബ് അനുസരിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ എടുത്ത് ആദ്യം കഴിക്കണം. പിന്നീട് കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ മാംസമാണ്. അതിനുശേഷമാണ് മറ്റുള്ള പലഹാരങ്ങളും ആഹാരങ്ങളും ഭക്ഷണങ്ങളും കഴിക്കേണ്ടതെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്. നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയങ്ങളാണിത്. ഇത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഭാഗമാണ്. മഹാനായ ഇമാം ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അജ്മഅ റഅയു 70 സിദ്ദീഖൻ അലാ അന്ന കഥറത്തൻ നൗമി മിൻ കഥറത്തി ശുർബിൽ മാ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഉറക്കം ഉണ്ടാകാനുള്ള കാരണം അവൻ വെള്ളം കുടിക്കുന്നത് കൂടുതലായതുകൊണ്ടാണ്. വെള്ളം കൂടുതൽ കുടിച്ചാൽ കൂടുതലായി അവൻ ഉറങ്ങേണ്ടി വരും. എന്നാൽ വെള്ളം കുടിക്കാനുള്ള കാരണം എന്താണ്? കൂടുതൽ അവൻ ആഹാരം കഴിക്കുന്നതാണ്. കൂടുതൽ ആഹാരം കഴിച്ചാൽ കൂടുതൽ വെള്ളം കുടിക്കണം. കൂടുതൽ വെള്ളം കുടിച്ചാൽ അവൻ കൂടുതലായി ഉറങ്ങണം. രാത്രി കൂടുതൽ വെള്ളം കുടിച്ച് നിങ്ങൾ ഉറങ്ങിയാൽ സുബഹിക്ക് എണീക്കാൻ വലിയ പ്രയാസമായിരിക്കും. അതേസമയം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിയാൽ പ്രിയപ്പെട്ടവരെ ചെറിയ ഒരു ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഞെട്ടി അങ്ങ് ഉണരുകയാണ്. നമുക്ക് പെട്ടെന്ന് റേഞ്ച് കിട്ടും. എന്താ കാര്യം? കാരണം നമ്മുടെ ആമാശയം നമ്മോട് സമരസപ്പെട്ട ഒരവസ്ഥയിലാണുള്ളത്. നമ്മൾ ആരോഗ്യ ദൃഢഗാത്രനാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നൽ ലക്ല യംനഉ മിൻ കസറത്തിൽ ഇബാദാതി. ഭക്ഷണം കൂടുന്ന കാരണത്താൽ പല ഇബാദത്തുകളും നിനക്ക് തടസ്സമാവുകയാണ്. കാരണം ഇബാദത്ത് ചെയ്യേണ്ട കാര്യം, ഇബാദത്ത് ചെയ്യാനുള്ള സമയം മൂത്രിക്കാനും കാഷ്ടിക്കാനും നിന്റെ കൈ കഴുകാനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളിലേക്ക് വേണ്ടി നിനക്ക് ചെലവഴിക്കൽ വരുന്നു. മഹാനവറുകൾ പറയുകയാണ്, ലൗ സറഫഹാ ഇല ദിക്രി വൽ മുനാജാതി വസായിറിൽ ഇബാദാതി ലകസറ റിബ്ഹു. ആ ഭക്ഷണവും വെള്ളവും കുടിക്കാനും അത് പുറത്താക്കാനും നീ ഉപയോഗിച്ച അത്രയും സമയമുണ്ടല്ലോ, ഇബാദത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നെങ്കിൽ കൂടുതൽ ലാഭം നിനക്ക് കൊയ്തെടുക്കാമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് അച്ചടക്കം. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ഭക്ഷണം കഴിച്ച് രോഗിയാവുകയാണ്. കാരണം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ്, ചൈനീസ് ഫുഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതെല്ലാം തരത്തിലാണ് ഫുഡുകൾ ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന കോഴി കണ്ടില്ലേ? 47 ദിവസം കൊണ്ട് ആ കോഴിയുടെ ജീവിതം അവസാനിപ്പിക്കണം, നമ്മുടെ വയറ്റിൽ എത്തിച്ചോളണം. ഇല്ലെങ്കിൽ 47 ദിവസത്തിനപ്പുറത്തേക്ക് ആ കോഴിക്ക് ഒരിക്കലും തന്നെ ജീവിക്കാൻ അവസരമില്ല. കാരണം അത്രയും വലിയ ഹോർമോണാണ് അതിൽ കുത്തിവെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ 47 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ജീവിതം മുരടിച്ചു. പിന്നെ അത് ചാവാൻ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആ കോഴി ചാവുമത്രേ. എന്തിനാണ് കോഴി? തിന്നാൻ വേണ്ടി മാത്രം. പണ്ടൊക്കെ കോഴി ഇറച്ചി എന്നാ പറയാ. എന്ന് പറയാൻ എന്താണ്? ഇറച്ചി കോഴി എന്നാ. പണ്ട് കോഴി ഇറച്ചിയാണ് അല്ലേ? എന്നല്ല, ഇന്ന് ഇറച്ചി കോഴിയാണ്. ഇറച്ചിയാണ് മുമ്പിൽ. കാരണം അതിന് മാത്രമേ പറ്റുള്ളൂ. എല്ലാം തലതിരിഞ്ഞു പോയി. പണ്ട് നമ്മളെ വിളക്ക് ഇങ്ങനെ സ്റ്റേജിലൊക്കെ കത്തിയിരുന്ന വിളക്ക് ഇങ്ങോട്ടായിരുന്നു. ഇന്നിപ്പോ വിളക്ക് ഇങ്ങോട്ടാ കത്തുന്നത്. പഴയ കാലത്ത് നമ്മളിതാ ബാങ്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് മൗലീദ് കേൾക്കുന്നുണ്ട്, നിർത്തിക്കോളി സംസാരം എന്ന് പറയും. ഇന്നിപ്പോ അങ്ങനല്ല. ഇന്ന് മൊബൈലിന്റെ റിംഗ് ട്യൂൺ തന്നെ അറബിലെ ബാങ്ക. അപ്പൊ ബാങ്ക് അങ്ങോട്ട് കൊടുക്കും, അതാണ് നിർത്തിയിട്ട് സംസാരം തുടങ്ങും. ഖിയാമത്ത് അലാമത്ത് നോക്കിങ്ങൾ എല്ലാ കാര്യവും അങ്ങനെയാണ്. ഉമ്മാ മൂത്രിക്കാണ്ട് ഞാൻ പോകുകയാണോ എന്ന് പറഞ്ഞിട്ട് ഒറ്റോട്ടായിരിക്കും. എവിടെ? പുറത്തേക്ക്. ഇന്ന് കളിക്കണ കുട്ടിയുണ്ട്, ഉമ്മാ മൂത്രിക്കണം എന്ന് പറഞ്ഞ് വീട്ടിൽ ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. കാരണം കക്കൂസുള്ളത് വീട്ടിലാണ്. എല്ലാം തലതിരിഞ്ഞു പോയി. എല്ലാം തലതിരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. അതാ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് അതാ ഭക്ഷണം കഴിക്കാനുള്ള ചില മര്യാദകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരു സ്വഹാബി നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എത്ര ഭക്ഷണം കഴിച്ചിട്ടും എനിക്ക് ഭക്ഷണം കഴിച്ചു എന്ന് തോന്നുന്നില്ല, അഥവാ വയറ് നിറയുന്നില്ല. വയറ് നിറഞ്ഞു എന്ന് തോന്നുന്നത് വലിയ അനുഗ്രഹമല്ലേ? എനിക്കറിയാം, ഒരു 10 കൊല്ലം മുമ്പ് പ്രിയപ്പെട്ടവരെ, ഒരു രോഗിയുടെ ഒരു അവസ്ഥ. വയറ് നിറഞ്ഞു എന്ന് തോന്നാത്ത ഒരു രോഗി. വയറ് നിറഞ്ഞു എന്നൊക്കെ തോന്നില്ല. അതുകൊണ്ടാണ് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന അവസാനം അയാളുടെ വീടിന്റെ വാതിൽ കട്ടിലയിലൂടെ പോലും അയാൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ തീറ്റ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന ചില പണ്ടാറങ്ങൾ കണ്ടില്ലേ? അവരൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവർക്ക് ഭക്ഷണം കഴിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ തോന്നുന്നില്ല, അവരുടെ വിശപ്പ് മാറുന്നില്ല, പിന്നെയും 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 കഴിക്കുകയാണ്. അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ വയറ് നിറഞ്ഞു എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ. അത് ഏറ്റവും ചുരുങ്ങിയ അവസ്ഥയിലാകുമ്പോൾ അതിന് ഖനാഅത്ത് എന്നാണ് പറയാം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതൊരു വലിയ വിശേഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് വയറ് നിറയുന്നില്ല, ഇതിനെന്താണ് പ്രതിവിധി എന്ന് അന്വേഷിച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ അരികിൽ വരുമ്പോൾ റസൂലുള്ള പറയുകയാണ്, ഫലഅല്ലകും തഫ്തരിഖൂന, നിങ്ങൾ ഒറ്റയൊറ്റയായി ഭക്ഷണം കഴിക്കുന്നവരാണല്ലേ? ഖാലൂ നഅം നബിയെ. അപ്പോൾ റസൂലുള്ള പറഞ്ഞു, ഫജ്തമിഉ അലാ തആമികും, നിങ്ങൾ സംഘടിച്ച് ഭക്ഷണം കഴിക്കുവേ, വൽകുറുസ്മല്ലാഹി അലൈഹി യുബാറക് ലക്കും ഫീഹി, ഭക്ഷണം കഴിക്കുമ്പോൾ കൊണ്ട് തുടങ്ങുകയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരുമിച്ച് കഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ബറക്കത്തുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഭക്ഷണം കിട്ടിയ ഉടനെ തന്നെ അങ്ങോട്ട് കഴിക്കില്ല, വിസ്മിച്ചില്ല. നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കീപ്പ് ചെയ്യുക. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ ആരാണ്, അവരോടെല്ലാം ഒന്ന് അടുത്തുകൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക, അല്ലേ? പഴയ കാലത്തൊക്കെ ഇത് വലിയൊരു സംഗതിയായിരുന്നു. കാരണം അന്ന് ഭക്ഷണത്തിന് വലിയ പീറയുള്ള ഒരു കാലമാണ്. എന്റെ ഉപ്പയൊക്കെ ഒരു കഥ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. പഴയ കാലത്തൊക്കെ രാത്രിയിലാണ് കല്യാണം ഉണ്ടാവുക. എവിടെയെങ്കിലും ഒരു കല്യാണം നടക്കുന്നിടത്താണ് ചോറ് കഴിക്കാനുള്ള ഒരു അവസരമുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ കരണ്ടോ വെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു സമയമാണ്. ഈ പെട്രോൾ മാക്സ് ഉണ്ടല്ലോ, അത് അടിച്ച് എവിടെയെങ്കിലും ഒക്കെ ഒരു വീടിന്റെ മൂലയിൽ തൂക്കി അങ്ങനെ കല്യാണത്തിന് വന്ന ആളുകൾ പുതിയാപ്പിള വന്നാൽ പിന്നെ ചോറ് വിളമ്പലായി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇതാ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മുമ്പിൽ ഒരാൾ ഇലയിട്ട് അങ്ങനെ പോകും, വേറൊരാള് ഇലക്കനുസരിച്ച് ചോറ് വിളമ്പി അങ്ങനെ പോകും. അപ്പൊ ചില ബിരുദന്മാരെന്താ ചെയ്യാന്നറിയോ, അയാളുടെ കാല് അടുത്ത കസേരയിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കും, എന്നിട്ട് ഇതിനും കൂടി ഒരു തലപ്പാവ് ഇങ്ങനെ കെട്ടിക്കൊടുക്കും. അപ്പൊ ഇതൊരു തല, ഇത് വേറൊരു തല, അടുത്തത് വേറെ തല, തലക്കനുസരിച്ച് ഇലക്കനുസരിച്ച് ചോറ്. കാരണം ലൈറ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അത്രയും പട്ടിണിയുള്ള ഒരു കാലഘട്ടം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമുക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല. അള്ളാഹുവിന്റെ റസൂലിനോട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് മതിയായെന്ന് തോന്നുന്നില്ല എന്ന് സങ്കടം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഒറ്റയായി ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെ തോന്നുന്നത്. ഒരു കാര്യം ചെയ്യണം, ഇന്ന് മുതൽക്ക് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ഭാര്യയും ഭർത്താവും മക്കളുമുള്ള കുടുംബമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സംഗമിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിലും അള്ളാഹുവിന്റെ നാമം ചൊല്ലി ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിക്കുന്നതിലും അള്ളാഹുവിന്റെ ബറക്കത്തുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. തആമുൽ ഇത്നൈനി കാഫി സലാസ വതആമു സലാസതി കാഫിൽ അർബഅ. രണ്ടാളുടെ ഭക്ഷണം മൂന്നാൾക്ക് മതിയാകുന്നതാണ്, മൂന്നാളുടെ ഭക്ഷണം നാലാൾക്ക് കഴിക്കാവുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാലാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. മൂന്നാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ? രണ്ടാളെ ഭക്ഷണം ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്കും മൂന്നാൾക്കും നാലാൾക്കും കഴിക്കാൻ ഇത്തിരി ഉണ്ടാവുള്ളൂ എന്ന് മാത്രം, എന്നാലും അങ്ങനെ കഴിക്കാം. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് തആമുൽ ഇത്നൈനി കാഫി സലാസ, രണ്ടാളുടെ ഭക്ഷണം മൂന്നാൾക്ക് കഴിക്കാം. തആമുൽ സലാസതി കാഫിൽ അർബഅ, മൂന്നാളുടെ ഭക്ഷണം നാലാളുകൾക്ക് വിഹിതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നിലക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റൊരാൾക്കും കൂടി പങ്കാളിത്തമുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രിയപ്പെട്ടവരെ, റബീഉൽ അവ്വൽ മാസത്തിൽ മദീനയിൽ വന്ന ഒന്നാമത്തെ ദിവസത്തിൽ റസൂലുള്ളാഹി നടത്തിയ പ്രഭാഷണത്തിന്റെ മൂന്നാമത്തെ വിഷയം പരിശുദ്ധമായ ഇസ്ലാമിൽ ഭക്ഷണം കൊടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, മുഅ്മിനായ ഒരു മനുഷ്യന്റെ വിശേഷണം പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, അവന്റെ സന്തോഷഘട്ടത്തിൽ അവൻ ഭക്ഷണം കൊടുക്കുന്നു. വല്ലറാ, മാനസികമായ വലിയ വ്യഥയും ദുഃഖവും അനുഭവിക്കുന്ന സമയത്തും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് ഒരു മുസൽമാന്റെ ക്വാളിറ്റിയുള്ള മുസൽമാന്റെ വിശേഷണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാണ്. നമ്മുടെ മക്കളെ കല്യാണം വരുമ്പോ, നമ്മുടെ വീടിന്റെ പാലുകാച്ചൽ കർമ്മം നിർവഹിക്കപ്പെടുമ്പോ അതൊക്കെ നമ്മുടെ സന്തോഷദായകമായ മുഹൂർത്തങ്ങളാണ്. അവിടെയെല്ലാം സദ്യയാണ്. സദ്യക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇമാം നബവി അത് രേഖപ്പെടുത്തി. ഒരു കുട്ടിയെ പ്രസവിച്ച അന്ന്, പ്രിയപ്പെട്ടവരെ, ഒരു നല്ല സുഖകരമായ ഒരു പ്രസവം നടന്നാൽ അന്നൊരു സദ്യ ഒരുക്കണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, പ്രസവിച്ച് 60ാമത്തെ ദിവസം ഇതാ നല്ല ഒരു സൽക്കാരം. അതുപോലെ കുട്ടിയുടെ 7ന്റെ അന്ന് മുടികളയാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഒരു സൽക്കാരം നടത്തണം. വ്യവസ്ഥാപിതമായ സൽക്കാരമാണത്. അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഖിത്താൻ കർമ്മം നിർവഹിക്കുമ്പോൾ, ചേലാകർമ്മം നിർവഹിക്കപ്പെടുമ്പോ ഔദ്യോഗികമായ ഒരു സദ്യ വേണം. മാത്രമല്ല, നമുക്ക് ഒരു വീടുണ്ടായി, ആ വീടിന്റെ പാലുകാച്ചലിനോട് അനുബന്ധിച്ച് ഒരു സദ്യ വേണം. ഒരാൾ യാത്രക്ക് പുറപ്പെടുമ്പോൾ സദ്യ വേണം, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സദ്യ വേണം. നമ്മുടെ നാട്ടിലൊക്കെ ഹജ്ജിന് പോകുമ്പോൾ യാത്രയപ്പ് ഉണ്ടാകാറുണ്ട്, പക്ഷെ അതിൽ ചുരുങ്ങി പോവുകയാണ്. അതിനേക്കാൾ പ്രാധാന്യം എതിനാണ്? നഖീഇനാണ്. നഖീഇ എന്ന് പറഞ്ഞാൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടൊരു സദ്യ. പോകുമ്പോൾ ദ്വാരക്കൽ മാത്രമല്ല, വന്നിട്ടും ഉസ്താദിനെ കൊണ്ട് ദ്വാരിപ്പിക്കണം, ഹജ്ജ് സ്വീകരിക്കട്ടെ പഠിച്ചു.
പഠിച്ചോനെ. അത് വലിയൊരു സംഗതിയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ദുആ വേണ്ടത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ, ഞാൻ ഈ പണി തീർത്തിട്ടുള്ള പരിശുദ്ധമായ കഅബാലയം നീ സ്വീകരിക്കണേ പഠിച്ചോനെ എന്ന് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബിയും ദുആ ചെയ്ത് നമ്മളെ പഠിപ്പിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, യാത്രക്ക് പോകുമ്പോഴും ഒരു സൽക്കാരം, യാത്ര കഴിഞ്ഞ് വരുമ്പോഴും ഒരു സൽക്കാരം വേണം. ആരാ പറയുന്നത്? ഇമാം നബി തന്റെ മജ്മുഅയിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ ഒരു കുട്ടി ഹാഫിളായി ഖത്മുൽ ഖുർആനിന്റെ പൂർത്തീകരണത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സൽക്കാരം നടത്തൽ സുന്നത്താണ്. ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ റസൂലുള്ളാഹിന്റെ പേരിൽ മീലാദ് സംഘടിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സൽക്കാരം നടത്തൽ സുന്നത്താണ്. അതുപോലെ അല്ലദീന യംഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ, ബാപ്പ മരിച്ചതിന്റെ 3ന്റെ അന്ന് നമ്മൾ ഒരു ഭക്ഷണ വിതരണം നടത്താറുണ്ട്. അത് നമ്മുടെ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ഒരു ഘട്ടമാണ്. അത് ഒരു വിശ്വാസിയുടെ ലക്ഷണമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഉമ്മ മരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും സന്തോഷിക്കോ? ആ സന്തോഷത്തിന്റെ ഭാഗമാണോ പ്രിയപ്പെട്ടവരെ ഈ ഭക്ഷണ വിതരണം? അല്ല. ദുഃഖമുള്ള സമയത്തും മുഅ്മിനീങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്, ഭക്ഷണം കൊടുക്കുക. അല്ലാഹു തആല നമുക്കൊക്കെയും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങളോടൊപ്പം മറ്റൊരാൾക്ക് കൂടി അവകാശപ്പെട്ട മുതലാണ്, ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് കരുതിയിട്ടാവണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ മറ്റുള്ളവരെ കൂടെ പങ്കാളിയാക്കുക. ഒരു ഭക്ഷണത്തിൽ ഒരു പാത്രത്തിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കാനുണ്ട്. അയാൾക്ക് നമുക്ക് തുല്യമായ അവകാശമാണ് ആ ഭക്ഷണത്തിന്റെ ഓരോ വറ്റും. അതുകൊണ്ട് നമ്മൾ മാത്രം അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിക്കരുത്. രണ്ടുപേർക്കും ഒന്നിച്ചുള്ള ഒരു പാത്രത്തിലാണ് ഭക്ഷണമെങ്കിൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ പ്രത്യേകം കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അല്ല, ചില ബിരുദന്മാരുണ്ടാവും, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഉടായ്പ ചോദ്യം അങ്ങ് ചോദിക്കും. അല്ല ചങ്ങായി, എന്റെ വാപ്പ എങ്ങനെ മരിച്ചെന്ന് ചോദിക്കും. അപ്പം പറയും, എന്റെ വാപ്പ മരിച്ചത് ആദ്യമായിട്ട് നോക്കുണ്ടായി, പിന്നെ മെഡിസിറ്റി കൊണ്ടുപോയി, പിന്നെ അവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി, പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെ ഈ കൊണ്ടുപോകുന്ന സമയത്ത് വാഹനം പിടിച്ചതും പോയതും ഒക്കെ കഥ പറയുമ്പോഴേക്ക് ഈ പാത്രത്തിലുള്ള ഭക്ഷണമൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടാവും. പിന്നെ ഇവൻ ചോദിക്കും, എന്റെ വാപ്പ എങ്ങനെ മരിച്ചു? എന്റെ വാപ്പ ഒരു ഛർദിയും ഇതുമായിട്ട് നോക്കുമ്പോൾ നന്ന് തന്നെ മരിച്ചു വരണം. ഓ, അത് കഴിഞ്ഞ് അല്ലേ? എന്നിട്ട് ഇപ്പം എന്താ പറയണെന്ന് അറിയാം മറ്റോനോട്? ഈ തിന്നണ പാത്രം ഉണ്ടല്ലോ, അതിങ്ങനെ തുടച്ച് കഴിച്ചാലേ ഹറമ് കഴിക്കാൻ കൂലിയാണെന്നാ. അപ്പൊ മറ്റേക്ക് ദേഷ്യം പിടിച്ചാൽ പറഞ്ഞേ, ഈ ചട്ടിയും കൂടി നീ അങ്ങ് തുടച്ചാളാ, മദീനയും കൂടി കഴിക്കാൻ കൂലി എനിക്ക് തന്നെ കിട്ടട്ടെ, വണ്ടാറടക്ക്. ഇത് ഇന്നത്തെ കാലത്തല്ല, പഴയ കാലത്തുള്ള കഥയാണ് പറയുന്നത്. ഇന്നിപ്പോ നമുക്ക് ഭക്ഷണത്തിന് വല്ല മുട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്. ഓരോ സ്ഥലത്ത് ഇന്ന് ഭക്ഷണം കൊണ്ടുപോയി വേസ്റ്റ് ആയിട്ട് തള്ളുന്നത് അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പുലർത്തിപ്പോന്ന അച്ചടക്കത്തിന്റെ ബർക്കത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം.